ഡിജിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഒരുപാട് നല്ല 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 പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചു തന്ന OU ബഷീർക്കയാണ്. നമുക്ക് ബഷീർക്കിനെ MC ഡിജിറ്റിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ബഷീർക്ക. നമസ്തേ. നമസ്തേ. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? നല്ല പുതിയ സംഗീത വിശേഷങ്ങളാണോ അല്ലെങ്കിൽ പേഴ്സണൽ വിശേഷം? അല്ല, സംഗീത വിശേഷങ്ങളിൽ നിന്ന് നമുക്ക് പേഴ്സണൽ വിശേഷങ്ങളിലോട്ട് വരാം. സംഗീതം ആസ് യൂഷ്വൽ ഒരു ഓളത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അത്യാവശ്യം കാര്യങ്ങളും വർക്കുകളും ഒക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. ബഷീർക്ക് എനിക്ക് തോന്നുന്നു more than 20 years ആയിട്ടുണ്ടാവും ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. അതിൽ മേലെ എന്ന് വേണമെങ്കിൽ പറയാം. ആ 20 വർഷത്തിന് കൂടുതലായി. ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ആ ഒരു മ്യൂസിക്കൽ ജേണി ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ? ബഷീർക്കയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്? അങ്ങനെ ഒരുപാട് ഒരുപാട് ലെജൻസിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസും അങ്ങനെ ഒരുപാട് ഇപ്പോൾ പുതിയ ആൾക്കാരുടെ കൂടെയാണെങ്കിലും ഉണ്ടാവുമല്ലോ പറയാൻ വേണ്ടിയിട്ട്. ലെജൻസ് എന്ന് പറയുമ്പോൾ അർജുന മാഷ്, അതെ, നാടകത്തിലൊക്കെ കുറെ പാടിയിട്ടുണ്ട്. പിന്നെ ജോൺസൺ സാറ്, ജെറി മാഷ്, കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സാറ്, കൈതപ്പുറം വിശ്വനാഥ്, അങ്ങനെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണത്. 20 കൊല്ലം എന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ടുള്ളൊരു കാലയളവല്ല. അത് സംഗീതത്തിൻ്റെ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ യുഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു അനലോഗ് സെറ്റപ്പിലുള്ള റെക്കോർഡിങ്ങിൻ്റെ സമയത്താണ് ഞാൻ എൻട്രി ആവുന്നത്. അപ്പോൾ രണ്ട് കാലഘട്ടത്തിൻ്റെയും ഡിഫറൻസ് മനസ്സിലാക്കാൻ. പണ്ട് ഒരു 2 ട്രാക്കിലൊക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇന്ന് അത് ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ ഡാറ്റിലേക്കും അതിപ്പോഴത്തെ ഡിജിറ്റലിലേക്കും ഒക്കെ മാറുന്ന കാലയളവ് നമ്മൾ നോക്കി കണ്ടിട്ടുണ്ട്. എല്ലാത്തിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്.